ഹലോ മക്കളെ, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എച്ച് ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എച്ച് ബോർഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ലോകകപ്പിൻ്റെ പിന്നാലെയായിരിക്കും നടക്കുന്നുണ്ടാവുക. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം എന്താണ്, വേൾഡ് കപ്പിൻ്റെ സമയമാണുള്ളത്. വേറെ ഒന്നുമല്ല, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 4 വർഷം കൂടുമ്പോൾ വരുന്ന ലോകത്തെ എല്ലാവരും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് വേൾഡ് കപ്പ്. എല്ലാവർക്കും അറിയാം. നമ്മുടെ മിക്കവാറും നമ്മുടെ ടീമൊന്നും ഒരുപക്ഷെ എന്തായാലും നോക്കൗട്ടിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഔട്ടായിട്ടുണ്ടാവും. എന്തും ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, വേൾഡ് കപ്പ് കാണും. കാരണം എന്താ, നമ്മുടെ ഇഷ്ട ടീമിൻ്റെ കളിയിലും ഓപ്പോസിറ്റ് ടീമിൻ്റെ കളി ഒന്ന് കാണണം. എന്നിട്ട് എനിക്ക് 2 വർത്താനം പറയണം. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്നാ? വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഈ വരുന്ന ജൂലൈ 20 അല്ലേ? ജൂലൈ 20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടക്കുകയാണ്. ഈ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, എല്ലാത്തിൻ്റെയും ആരവങ്ങളൊക്കെ ഇട്ട് അടങ്ങും, അഥവാ ഫ്ലെക്സുകളൊക്കെ ഇട്ട് വെച്ചത് കഴിച്ചു കൊണ്ടുപോകും. ഓരോ ക്ലബ്ബുകളും പഴയതുപോലെ ശാന്തമാകും. എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പോകും. നമ്മളെന്താ ചെയ്യുക, നമ്മൾ സ്റ്റുഡൻസ് എന്താ ചെയ്യുക? ഒന്നുമില്ല, നമുക്കത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരാനുള്ള സംഭവം തരുമോ? വേറെ ഒന്നുമല്ല, ഓണത്തിന് മാവേലി വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമുക്ക് ഓണപ്പരീക്ഷ വരും. ഓണത്തിന് മാവേലി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓണപ്പരീക്ഷ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓഗസ്റ്റിൽ നമുക്ക് ഓണപ്പരീക്ഷ വരാൻ പോവാം. നിങ്ങൾ ആലോചിക്കുക, സ്കൂൾ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞെന്ന് മാത്രമല്ല, 1 മാസത്തിന് പുറമെ ജൂലൈയിലും കുറച്ച് ദിവസങ്ങളായി. ഇനി ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് സ്കൂളുകളിൽ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഓരോന്നിനും മിനിമം ഞാൻ പറഞ്ഞുതരാം, മിനിമം 2 ചാപ്റ്ററെങ്കിലും എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. അപ്പോൾ അതായത് ഏറ്റവും ചുരുങ്ങിയത് 6 സബ്ജക്റ്റിന് 2 വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 12 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അടുപ്പിച്ച് ഓരോ ദിവസങ്ങളിൽ പരീക്ഷ ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ +2-ലെത്തി സീനിയേഴ്സ് ആയതിൻ്റെ ആ ഒരു പൊലിവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമായിരിക്കും. പഠിക്കാനൊന്നും വലിയൊരു മൈൻഡ് നമുക്ക് തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഓണപ്പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമുക്ക് 1 മാസത്തിൽ താഴെ ഇനി പരീക്ഷയ്ക്ക് സമയമുള്ളൂ. 1 മാസത്തിൽ താഴെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, 30 ദിവസത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്നത് ഒരു 20 ദിവസം എന്ന് കൂട്ടാം. ആ 20 ദിവസത്തിൽ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏകദേശം എത്ര ദിവസം ഇനി ബാക്കിയുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, 6 വിഷയങ്ങൾക്കും ഓണപ്പരീക്ഷ ഉണ്ടാവും. എല്ലാ വിഷയങ്ങൾക്കും ഓണപ്പരീക്ഷ ഉണ്ടാവും. അപ്പോൾ 6 വിഷയം ഉണ്ടാവും. 2 ലാംഗ്വേജും പിന്നെ 4 നിങ്ങളുടെ സബ്ജക്റ്റും. അതിനെന്തായാലും നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ പറഞ്ഞ ഓണപ്പരീക്ഷ ഉണ്ടാവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തായിരിക്കും, മിനിമം ഏറ്റവും ചുരുങ്ങിയത് 2 പാഠമെങ്കിലും ഒരു ചാപ്റ്ററിലല്ല, ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. 2 പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ടാവും. ആൻഡ് ലാസ്റ്റ് വൺ, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുവരെ +2ൻ്റെ ട്രാക്കിലെത്താൻ പറ്റില്ല. +2ൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞത്, +1 നമ്മൾ എന്താണ് ഫസ്റ്റ് ഇയർ ആയിട്ട് വന്നതിൻ്റെ ആ ഒരു ആവേശത്തിലേക്ക് നിൽക്കുമ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ആ ഒരു ഫോളോ അപ്പിൽ ഇങ്ങനെ പോകുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോർമലി അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മൾ +2ലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രസ് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ കുറച്ചുകൂടി സീരിയസ് ആവാത്തൊരവസ്ഥ, അഥവാ ട്രാക്കിലെത്താത്ത ഒരവസ്ഥ, ഇതായിരിക്കും നിങ്ങളുടെ കൂടുതൽ പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാക്കിലൊക്കെ എത്താൻ പറ്റാതിരിക്കാൻ കാരണങ്ങൾ എന്താ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ, അതാണ് മക്കളെ നമ്മുടെ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, ഒന്നെന്തായാലും സാറേ, വേൾഡ് കപ്പ് ഒക്കെ നടക്കല്ലേ, ഞാൻ വേൾഡ് കപ്പ് നടന്നിട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചോളാം. വേൾഡ് കപ്പ് കഴിയുമല്ലോ, ജൂലൈ കഴിയുമല്ലോ, പിന്നെ ഞാൻ പഠിച്ചോളാം. രണ്ടാമത്തെ വേൾഡ് കപ്പ് സാറേ ഒന്നുമല്ല, ഞാനിപ്പോൾ +2ൻ്റെ പൊലീവാണ്, അഥവാ +2ൽ എത്തിയല്ലോ. ഇപ്പോൾ ഞാൻ സീനിയറാണല്ലോ, അപ്പോൾ സീനിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബിൽ നടക്കണേ. പിന്നെ അടുത്ത കാര്യം സാറേ, വേറെ ഒന്നുമല്ല, ഇതെൻ്റെ ലാസ്റ്റ് ഇയറാണ്. ഇനി എൻ്റെ ലൈഫിൽ എന്തില്ല, സ്കൂൾ വർഷങ്ങളൊന്നുമില്ല. ഇനി എൻ്റെ ലൈഫിൽ സ്കൂൾ വർഷമല്ല, ഞാൻ പഠിക്കാൻ പോകുമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അവസാനത്തെ വർഷമാണ്, എനിക്ക് എൻജോയ് ചെയ്ത് നടക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സാറേ? ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ മാത്രം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്തോ, ഇവിടെ നടക്കാതെ പോകുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പഠനമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പഠനം മാത്രം എന്ത് ചെയ്യുക, അവിടെ നടക്കില്ല, ബാക്കി എല്ലാം അവിടെ നടന്നു പോകും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഓണപ്പരീക്ഷ നമ്മൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ആർട്സ് സ്പോർട്സ് ഒക്കെ ആയി. പിന്നെ അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ക്രിസ്മസിൻ്റെ പരീക്ഷയും. ക്രിസ്മസിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നു വരുമ്പോഴേക്ക് 2027 ജനുവരി ആയി. എന്താ പ്രത്യേകത, മോഡൽ എക്സാം തുടങ്ങാനായി അല്ലേ? 27 ജനുവരി ആകുമ്പോഴേക്കും പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ടാവും. നമ്മൾ ഇത് എവിടെയും ട്രാക്കിലെത്താൻ നിന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, അതിനുശേഷം ഫെബ്രുവരിയിൽ മോഡൽ എക്സാം, മാർച്ചിൽ പബ്ലിക് എക്സാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ +2 ലൈഫ്. 12 കൊല്ലം നീണ്ടു നിന്ന സ്കൂൾ ലൈഫ് എന്ത് ചെയ്യാണ്, അതോടുകൂടി തീരുകയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ പരീക്ഷയും കഴിയും. എന്തായിരിക്കും ഇവിടെ സംഭവിക്കാമോ, നമ്മൾ ഒന്നുകിൽ നമ്മളെന്ത് ചെയ്യും, പാസ്സാവും, അല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും, ഫെയിലാവും അല്ലേ? രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുക. ഇനി പാസ്സാവുന്ന ആൾക്കാരുടെ എങ്ങനെയറിയാം, മിക്കവാറും പേര് പാസ്സാവാറുള്ളത് ജസ്റ്റ് ഒരു ആവറേജ് മാർക്കിൽ പാസ്സാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാവുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ അറിയോ, വേറെ ഒന്നുമല്ല, ഇക്കഴിഞ്ഞ +2ൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഒരു 78% മാത്രമാണ് റിസൾട്ടിൽ പാസ്സായിട്ടുള്ള ആൾക്കാർ. ബാക്കി 22% ആൾക്കാരും തോറ്റുപോയി. ഇത് പാസ്സായ ആൾക്കാരായിട്ട് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കുക, ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം, അതായത് കൊമേഴ്സിലൊക്കെ ഫുൾ A+ കിട്ടിയ വെറും 2000-ഓളം കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഹ്യൂമാനിറ്റീസിനും ഏകദേശം ആ റേഞ്ചിനെ വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്ന കുട്ടികൾ അവർ ഈ +2 എത്തുമ്പോൾ ഈ ട്രാക്കിലെത്താതെ പല എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യമാണ്
പഠനം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുമ്പിൽ സമയമാണ് ഏറ്റവും കുറവുണ്ടാവുക. ഏറ്റവും കുറവ് സമയം ഉണ്ടാവുക. ആ കുറഞ്ഞ സമയം കൊണ്ട് വേണം നമ്മളിതൊക്കെ പഠിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ഈ പറയുന്ന എക്സ്ക്യൂസ് ഉണ്ടല്ലോ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതായത് ഇപ്പോൾ എൻ്റെ +2 കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം മാർക്കില്ല. എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. കുഴപ്പമില്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകില്ല. വേറെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കുക. അതിനാദ്യം +2 പാസ്സാവണ്ടേ? +2 പാസ്സാവാതെ ഒരു സബ്ജക്റ്റ് തോറ്റാൽ പോലും +2 ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുക. അതായത് 6 സബ്ജക്റ്റിൽ 1 തോറ്റാൽ പോലും ഫെയിൽഡ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസിന് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കിനി നടക്കാനുള്ള നമ്മുടെ ഫ്യൂച്ചറും കരിയറൊക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറും കരിയറൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മുതൽ മക്കളെ, ഇനി മുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെയുള്ള പോട്ടെ, ഇനി മുതലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ തോറ്റു പോകുന്ന ആൾക്കാരിൽ പെടാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, തോറ്റു പോയവരാണ് ചരിത്രം രചിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കോ, അവർ തോറ്റു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ മേഖലയിൽ തോറ്റു എന്നല്ലാതെ മറ്റ് മേഖലയിൽ എന്ത് ചെയ്തു? അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏതിലും പെടാതെ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞത്. വേറെ ഒന്നുമില്ല, എഡ്യൂബോർഡിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. എഡ്യൂബോർഡ് കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിക്കൂടെ? ഈ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും സാർ, അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഓൾറെഡി ഇപ്പോൾ ഉണ്ടാക്കി തന്ന സ്റ്റഡി പ്ലാൻ പഠിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം? എടാ, സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ എന്തോ, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കേ അറിയുള്ളൂ, അല്ലേ? അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കേ അറിയുള്ളൂ. വേറൊരാൾക്കും ഈ 2 കാര്യം നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വരെ. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്താ, നിങ്ങൾക്ക് അവൈലബിലിറ്റി, നിങ്ങളുടെ രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങൾ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ കിടന്നുറങ്ങണ ആ സമയം വരെ ഉണ്ടല്ലോ, ആ സമയം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഏതൊക്കെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾ ബെഡിൽ നിന്നും ഉറക്കം ഉണർന്ന് എണീക്കുക, അല്ലെങ്കിൽ എണീക്കുന്ന സമയം, ഓക്കെ, നിങ്ങളുടെ വെയ്ക്കപ്പ് മുതൽ എന്താണ്, നിങ്ങൾ ഉറങ്ങുന്ന ആ സമയം വരെ ഉള്ളതും നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. എങ്ങനെയാണ് കിട്ടാം? എഡ്യൂബോർഡിൻ്റെ ആപ്പിൽ ഇതുണ്ട്. എഡ്യൂബോർഡിൻ്റെ ആപ്പിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കുണ്ട്. എഡ്യൂബോർഡിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? എഡ്യൂബോർഡിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ആപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമുണ്ട്, ആപ്പിൽ എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനും പറ്റും. ഇത് നിങ്ങൾക്കുള്ളൊരു ഓഫർ തന്നെ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊന്നും ഓഫറല്ല മക്കളെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം, ഓഫറായിട്ട് കാണരുത്. കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നമ്മൾ മുതലെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എഡ്യൂബോർഡിൻ്റെ ആപ്പ് എന്തുകൊണ്ട് എടുക്കണമെന്ന്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ +2 പഠിക്കുന്ന കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തായിരിക്കും? അവിടെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, കംപ്ലീറ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അടുത്ത കാര്യം, ഇത് പഠിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ എന്താണ്, ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിന് ഓരോന്നും എന്തൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഉത്തരം എഴുതാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ആ PYQൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരണം, ഇതിപ്പോൾ ശരിയല്ലല്ലോ, എന്താ ചെയ്യുക? ഡൗട്ട് അപ്പം തന്നെ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിന് നിങ്ങൾക്കൊരു ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് ക്ലിയറൻസ് നടക്കുന്നുണ്ട്. അടുത്ത കാര്യം, സാർ പറഞ്ഞെന്ന് ഇതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി, ഗ്രാഫ് വരച്ച് കാണിച്ചു തരണം. ഇപ്പോൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു തന്നാലേ ശരിയാവുള്ളൂ എന്ന് തോന്നിയാൽ പോലും അതിനും സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ, നിങ്ങൾക്ക് ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഓക്കെ, ലൈവ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും യൂട്യൂബിൽ കാണുന്ന പോലെ എല്ലാവർക്കും യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ആപ്പിലുള്ള കുട്ടികൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ലൈവ് ഡിസ്കഷൻ. അവിടെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വോയിസ് അഥവാ മൈക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, സാറേ ഇത് ഇങ്ങനെയാണ് സംഭവം, എന്തുകൊണ്ടത് സംഭവിക്കാൻ, എന്തുകൊണ്ടത് സംഭവിച്ചത്, എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അതിന് പുറമെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതൊക്കെ പഠിക്കാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കുക, നിങ്ങൾക്ക് പഠിക്കാനൊരു മൈൻഡില്ല, ഞാനത് വില്ലിങ്ങനെ എന്നെക്കൊണ്ട് പറ്റൂല, എനിക്ക് പഠിക്കണമെന്ന് തോന്നണില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാളെ തരികയാണ്. അതാരറിയോ? മെൻറ്റർ എന്ന് പറയും. മെൻറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ടീച്ചറാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല, നിങ്ങളുടെ ഫ്രണ്ടാണോ വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. പിന്നെന്താ, നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നിങ്ങളുടെ
ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് മാറാൻ പോകുന്ന ആളാണ് മെൻറ്റർ എന്ന് പറയുന്നത്. നിങ്ങളോട് പറയും, എടാ ഇന്ന് ഇതാണ്ടോ പഠിക്കാനുള്ളത്, നീ പഠിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് പഠിക്കാഞ്ഞ്, ഇത് പഠിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളവിടെ ഉണ്ടാവും. ഇതിന് പുറമെ ബാക്കി കാര്യങ്ങളുണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനും പുറമെ നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഈ മെൻറ്റർ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കും. മെൻറ്റർക്ക് പറ്റിയില്ലെങ്കിൽ ആരാണോ ആ ചാപ്റ്റർ എടുക്കുന്നത് അയാൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി ഇതിനും പുറമെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ ക്ലാസ്സിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഞാനിത് പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. അതുപോലെ നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ എവിടം വരെയാണ് പെർഫോം ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കാൻ എന്തുണ്ട്, ആപ്പിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ പഠനത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് അനാലിസിസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ലെവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യമാണ്. ഇതിൻ്റെ കൂടെ പ്ലസ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എക്കണോമിക്സിന് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കിട്ടും. അത് കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻസ് അതിൽ കിട്ടും. അതുപോലെ മാത്സിൻ്റെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യും, നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്സിൻ്റെ ഫൗണ്ടേഷനും നിങ്ങൾക്ക് തരും. അത് മാത്സ് വരുന്നവർക്കാണെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷനും നിങ്ങൾക്ക് അതിൽ കിട്ടും. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയം കൃത്യമായിട്ട് നിങ്ങൾ തോക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് നടന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ അടക്കണം കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ കളയണം വേണ്ടേ, അത് നിങ്ങൾ ആലോചിക്കണം വേണ്ടേ. ഇതൊന്നുമല്ല സംഗതി എന്തോ, ഓണം സൂപ്പർ ബാച്ച് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഓണം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2 കഴിയുന്നത് വരെ. ഇത് ഓണക്കാലത്ത് മാത്രമാണോ? ഓണക്കാലത്ത് മാത്രമാണോ? അല്ല, ഇത് ഓണത്തുമ്പിയൊന്നുമല്ല, ഓണക്കാലത്ത് മാത്രം വരാൻ. നിങ്ങളുടെ +2 കഴിയുന്നത് വരെ, ഏത് വരെയാണ്? അപ് ടു +2 പബ്ലിക് എക്സാം. ഓക്കെ, പബ്ലിക് എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സ് എന്നല്ല എല്ലാ സബ്ജക്റ്റിനെയും എന്ത് ചെയ്യാം, മെൻറ്റേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് പബ്ലിക് എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തുന്നത് വരെ എന്ത് ചെയ്യാം, എഡ്യൂപോർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതാണ് ബാച്ചിൽ കിട്ടുന്ന ആക്സസ് എന്ന് പറഞ്ഞാൽ. അത് +2 ഹ്യൂമാനിറ്റീസ് ആയാലും സെപ്പറേറ്റ് ഉണ്ട്, +2 കൊമേഴ്സ് ആയാലും സെപ്പറേറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓഫേഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപകാരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മളാണ് അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത്. കാരണം +2 പഠിച്ച എല്ലാവരും ഒരുപാട് പേര് പഠിച്ച് കരിയേഴ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര്, ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കായിരിക്കും. പരീക്ഷ ഹാളിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കും. നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കോപ്പി അടിക്കാൻ ശ്രമിച്ച് നമ്മൾ എങ്ങനെയൊക്കെ പാസ്സാകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് പരീക്ഷ ഹാളിൽ കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തേക്കെങ്കിലും നമുക്ക് ബാന് കിട്ടുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാകും. അപ്പം 2 വർഷം നമ്മുടെ കരിയറിൽ പോകുമെന്ന് മാത്രമല്ല, നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് കൂടി നമ്മൾ മാറും. അപ്പോൾ അതിനൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ +2 നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം അതിനാണെങ്കിൽ മക്കളെ ഞാൻ പറഞ്ഞ കാര്യം, ഇത്രയും കാര്യം ഞാൻ പറഞ്ഞല്ലോ എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ. അതിൽ നിങ്ങൾ +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ജൂലൈ 8-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 1ാമത്തെ ബാച്ചോ 2ാമത്തെ ബാച്ചോ ഒന്നുമല്ല, ജൂലൈ 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാച്ച് 10, 11ാമത്തെ ബാച്ചുകളാണ്. അപ്പോൾ ഇത്രയും ബാച്ചുകൾ ഓൾറെഡി 11, 12ാമത്തെ ബാച്ചുകളാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിക്കുന്നവരുണ്ട്, അവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പഠിക്കാൻ, നിങ്ങൾക്കും നന്നായിട്ട് പഠിക്കാം. പിന്നെ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നില്ല, എല്ലാവർക്കും കൊടുക്കുന്ന ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടും. അത് കിട്ടാനാണ് പറഞ്ഞത് എഡ്യൂപോർട്ടിൻ്റെ ഈ പറഞ്ഞ ഓണം എക്സാമിന് സ്പെഷ്യലായിട്ട് സൂപ്പർ ബാച്ച് ഉണ്ട്. അത് +2 ഹ്യൂമാനിറ്റീസ് ആർക്കാണ്. ഇനി +2 കൊമേഴ്സ് ആർക്കും ഇതുണ്ടോ? യെസ്, കൊമേഴ്സ് ആർക്കും ഇതുണ്ട്. ഓക്കെ, +2 കൊമേഴ്സ് ആർക്കുണ്ട്. എന്ന ബാച്ച് തുടങ്ങുന്നത് ജൂലൈ 8-ാം തീയതി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റാ ഹാൻഡിൽ കൂടി ഞാൻ തരാം. ഇറ്റ്സ് മീ സൽസബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്റ്റാ ഹാൻഡിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നോ പ്രോബ്സ്, പറഞ്ഞുതരാൻ ഞാൻ വില്ലിങ് ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ മാത്രം ചെയ്യാൻ പറയും. അപ്പോൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കാൻ തയ്യാറാണ്. മക്കൾ പഠിച്ചോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കാരണം നമ്മുടെ മുമ്പിൽ നല്ലൊരു കരിയർ കിടക്കുന്നുണ്ട്. ആ കരിയർ നമ്മളായിട്ട് ഇല്ലാതെയാക്കരുത്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.